പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കിച്ചൺ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുവാണ്. അത് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഡെയിലി കുക്കിങ്ങിന് എനിക്ക് ഏറ്റവും സഹായിച്ചിട്ടുള്ള കുറച്ച് കിച്ചൺ ഐറ്റംസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് കേട്ടോ ഈ പീലർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പണ്ട് കത്തിയൊക്കെ യൂസ് ചെയ്യും, പക്ഷേ ഒത്തിരി ടൈം എടുക്കും. പക്ഷേ ഈ പീലർ ഉണ്ടല്ലോ, ഇതിൽ ഒരുപാട് വർഷമായി ഇപ്പോൾ ഇരിപ്പുണ്ട്. ഒരു 7-8 വർഷത്തിന് മേലെയായി പീലർ മേടിച്ചിട്ട്. ഇപ്പോഴും നല്ല മൂർച്ചയാണ്, നമുക്ക് നല്ല എളുപ്പമാണ്, എല്ലാം നല്ല പീൽ ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പോരും. കത്തി വെച്ച് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പോരും. നമുക്ക് പൊട്ടറ്റോ, ക്യാരറ്റ് അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ആപ്പിളൊക്കെ സ്ഥിരം കട്ട് ചെയ്യേണ്ടി വരാറുണ്ട് മോന് കൊടുത്തു വിടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നല്ല എളുപ്പത്തിൽ പീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നല്ല ഷാർപ്പാണ്, അത് കാരണം ടൊമാറ്റോയുടെ നല്ല പഴുത്ത ടൊമാറ്റോ വരെ നമുക്ക് പീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുവിധം പീലറിൻ്റെ നടുക്ക് നമുക്ക് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ അധികം അങ്ങ് യൂസ് ചെയ്യാറില്ല. ചീസൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവർക്ക് അത് ഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി ഈ വേസ്റ്റൊക്കെ എവിടെ കളയുമെന്നല്ലേ, നമുക്ക് ഡെയിലി കുക്കിന് നിറയെ വെജിറ്റബിൾ വേസ്റ്റ് വരാറുണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കൊണ്ട് ദൂരെ കൊണ്ട് കളയുന്നതിന് പകരം നമ്മൾ തൊട്ടടുത്തിന് ഒരു ചെറിയൊരു വേസ്റ്റ് ബിൻ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ താഴത്തെ ക്യാബിനറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ചെറിയൊരു ടപ്പ വെച്ചിട്ടുണ്ട്. ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ മേടിക്കാൻ കിട്ടും. ഞാനൊരു കവറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കവർ ഞാൻ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും. അതിനകത്തിട്ടിട്ട് ഇങ്ങനെ പറക്കി അതിലോട്ടാണ് ഇടാറ്. തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, നമുക്ക് നീക്കുകയും ചെയ്യാം. അപ്പോൾ അത് നിറയുമ്പോഴാണ് ഞാൻ കൊണ്ട് വലിയ വേസ്റ്റ് ബിന്നിലോട്ട് കളയാറ്. അപ്പോൾ നമുക്ക് ഒരുപാട് കുക്കിംഗ് ഉള്ള ദിവസം നമുക്ക് പെട്ടെന്ന് കളയേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് തീരുന്നതനുസരിച്ച് കളഞ്ഞാൽ മതി. നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കവർ ഇടുന്നതുകൊണ്ട് തന്നെ. വേസ്റ്റ് കളയാൻ നല്ല എളുപ്പമാണ്, നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല. ഈ കവർ ഇങ്ങനെ അങ്ങ് പൊക്കിയെടുക്കുക, ചുരുട്ടി കെട്ടി അങ്ങ് കളയുക, അത്ര എളുപ്പമാണ്. പിന്നെ നമുക്കിത് കാണാൻ ഒരുമാതിരി തോന്നുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് മൂടി വെച്ചാൽ മതി. ഈച്ചയും വരത്തില്ല, സ്മെല്ലും വരത്തില്ല, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അടുത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത്. നമ്മൾ ഡെയിലി ചോറ് വെക്കുമല്ലോ, അപ്പോൾ അത് വാർക്കാനായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളും. നമുക്ക് ഈ 3 പേർക്കുള്ള ചോറ് ഞാൻ അതിലാണ് വെക്കുന്നത്. ഡെയിലി മട്ട അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വാർക്കാനായിട്ടാണ് ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നല്ല വെള്ളം പോവുകയും ചെയ്യും, നല്ല യൂസ്ഫുള്ളാണ്, ഡെയിലി യൂസിന് നല്ലതാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ചെറുത് അത്യാവശ്യമാണ്. എനിക്കിത് പണ്ടില്ലായിരുന്നു, ഞാൻ ഈ അടുത്ത് മേടിച്ചാണ് കേട്ടോ. അത് നമുക്ക് പച്ചക്കറികൾ വാഷ് ചെയ്യാനും കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും വാർക്കാനൊക്കെ ഭയങ്കര യൂസാണ്, ഭയങ്കര ഹാൻഡിയാണ്, ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമുക്കത് ഒത്തിരി സ്ഥലം എടുക്കത്തുമില്ല, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ കുറച്ച് അരിയേ ഉള്ളൂ, നമുക്ക് ചോറേ ഉള്ളൂ വാർക്കാനെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ ഫ്രൈഡ് റൈസിനുള്ള ചോറ്, നൂഡിൽസ് അതൊക്കെ വാർക്കാൻ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ കാണത്തുള്ളൂ, അതിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി, വലുതെടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതിൻ്റെ അടിയിൽ ഇതുപോലൊരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്നോളും, തറയെ മുട്ടത്തുമില്ല, വെള്ളം വാർന്ന് പൊയ്ക്കോളുകയും ചെയ്യും. പിന്നെ അരി വാർക്കാനും നൂഡിൽസ് വാർക്കാനും മാത്രമല്ല, ഞാൻ പൊട്ടറ്റോ ആവി കയറ്റാൻ, ബ്രൊക്കോളി, ക്യാരറ്റ് അതൊക്കെ ആവി കയറ്റാൻ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് നല്ല ഈസിയാണ്, പെട്ടെന്ന് ആവി കയറും. നമ്മൾ ഇഡ്ഡലി പാത്രം എപ്പോഴും എടുക്കേണ്ട, അത് വലിയ പാത്രമാണല്ലോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എളുപ്പം നമ്മൾ ഇതിൽ ആവി കയറ്റുന്നതാണ് ഈസി. ചെറിയ പാത്രമാണല്ലോ, പെട്ടെന്ന് നമുക്ക് കഴുകാനൊക്കെ എളുപ്പം ഇത് തന്നെയാണ്. അതുപോലെ തലേന്നത്തെ പലഹാരങ്ങളൊക്കെ നമുക്കൊന്ന് ചൂടാക്കി ആവി കയറ്റി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ്. പുട്ട് ആവി കയറ്റി എടുക്കാം, തലേന്ന് വെച്ച ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ അത് ആവി കയറ്റി എടുക്കാം, പൊറോട്ട ആവി കയറ്റി എടുക്കാം. അങ്ങനെ നമുക്ക് എന്തും ആവി കയറ്റി എടുത്ത് നല്ല സോഫ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ പിന്നെ ഇതുപോലൊരു വലിയൊരു അരിപ്പയോടെ ഉണ്ട് കേട്ടോ, സ്ട്രെയിനർ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അരിയൊന്നും വാർക്കാൻ വലിയ സുഖമില്ല, കാരണം അതിൻ്റെ ഇടയിൽ കയറി അടയുന്നുണ്ട്, പിന്നെ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ആദ്യം കാണിച്ച രണ്ടും തന്നെയാണ്. പിന്നെയുള്ള കട്ടിംഗ് ബോർഡാണ്, നമ്മൾ ഡെയിലി കട്ട് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് എൻ്റെ ഉള്ളത് ഈ ഒരു ചെറിയ സൈസ് ഭയങ്കര യൂസാണ്, കാരണം ചെറിയ കട്ടിങ്ങിന് എനിക്കത് വലിയ യൂസാണ്. അപ്പോൾ ഒരുപാട് കട്ട് ചെയ്യാനുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു വലിയ കട്ടിംഗ് ബോർഡ് മേടിച്ചാൽ മതി. ഇതാകുമ്പോൾ എനിക്ക് വെക്കാനും ഈസിയാണ്, എപ്പോഴും എടുക്കാനും എളുപ്പമാണ്, ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് ഈ ഒരു സൈസ്. പിന്നെ ഒരു വലിയ കട്ടിംഗ് ബോർഡ് നമ്മൾ ഒത്തിരി വലുത് നമ്മൾ മേടിക്കരുത്, അത് നമുക്ക് കൊണ്ട് വെക്കാനൊരു സ്ഥലം വേണം, കഴുകി വെക്കാനും പാടാണ്, വെയിറ്റ് ആയിരിക്കും അങ്ങനെ. അപ്പോൾ നമുക്ക് ഒത്തിരി അവിയൽ, സാമ്പാർ അങ്ങനെ ഒത്തിരി പച്ചക്കറികൾ അരിയുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കട്ടിംഗ് ബോർഡ് തന്നെ വേണം. പിന്നെ വാങ്ങിക്കുമ്പോൾ കഴിയണത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും മേടിക്കാതിരിക്കുക, ബാമ്പുവിൻ്റെയും മേടിക്കാതിരിക്കുക. കണ്ടോ, ഇതിൻ്റെ അകത്ത് കുറേ വെട്ടലും കുത്തലും ഒക്കെ വീണിട്ടുണ്ട്. അത് കളറ് മാറി ഇങ്ങനെ നമ്മുടെ ഒരു വൃത്തികേടായിട്ടിരിക്കുകയും ചെയ്യും, നമ്മുടെ ഫുഡിലോട്ട് കയറുകയും ചെയ്യും. അതൊന്നും നല്ലത് നമ്മൾ ആദ്യം കാണിച്ച 2 തടിയുടെ കട്ടിംഗ് ബോർഡാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതുപോലെ ബാമ്പുവിൻ്റെ കിട്ടും, അതും ഒരു സുഖമില്ല, അതും പ്ലാസ്റ്റിക് പോലെയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ അറ്റത്തു നിന്നൊക്കെ മുരിഞ്ഞ് ഇങ്ങനെ പൊട്ടി ഇളക്കി കൊണ്ടിരിക്കും. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. ആദ്യത്തെ 2 തടിയുടെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് ഇതുപോലൊരു പ്ലേറ്റ് വെക്കുന്ന ഏറ്റവും നല്ലതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണും തവികളൊക്കെ വെക്കാനായിട്ട്.
കടയിൽ എക്സ്പെൻസീവായിട്ട് സ്പൂൺ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. പക്ഷേ അതിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലൊരു സോസറോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്പൂൺ എണ്ണയായിട്ടൊക്കെ ഉള്ള സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തിയിടാവാതിരിക്കും. ഇനി നമ്മുടെ ഡെയിലി കുക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രഷർ കുക്കർ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 പ്രഷർ കുക്കറാണുള്ളത്. ഒന്ന് ഈ വലിയ പ്രഷർ കുക്കർ, ഇത് 3.5 ലിറ്ററാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള മട്ട റൈസ് നന്നായി വെന്ത് കിട്ടും ഡെയിലി യൂസിന്. അപ്പോൾ ഇത് 3.5 ലിറ്ററാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു തൊട്ടടുത്ത് ചെറുത് മേടിച്ചു, കറികളൊക്കെ വേവിക്കാൻ, പയറ്, പരിപ്പ്, കടല അതൊക്കെ വേവിക്കാനായിട്ട്. അപ്പോൾ ഇതെൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലും. ആ ചെറിയ പ്രഷർ കുക്കർ ഞാൻ അലുമിനിയമാണ് മേടിച്ചത്. അപ്പോൾ കയ്യിലും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ഒരിക്കലും ഔട്ടർ ലിഡ് അടയ്ക്കുന്ന മേടിക്കാറുമില്ല, ഇന്നർ ലിഡാണ് എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത്. ഇനി ഈ പരിപ്പൊക്കെ വേവിച്ച് കഴിയുമ്പോൾ ഇത്തിരി അത് തരിയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അത് നല്ല വെന്തുടയ്ക്കാനായിട്ട് എൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് നമ്മൾ പൊട്ടറ്റോ ഉടയ്ക്കാനും മാഷ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിയണത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ തന്നെ മേടിക്കുന്നതാണ് കേട്ടോ നല്ലത്. നന്നായി ഉടഞ്ഞ് നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഭയങ്കര യൂസ്ഫുള്ളാണിത്. അടുത്തിന് പ്രഷർ കുക്കറിനകത്ത് നമ്മൾ വേവിക്കുമ്പോൾ അതൊക്കെ പുറത്ത് ചീറ്റി പോവാതിരിക്കാനായിട്ട് ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ ഇതുപോലെ അകത്ത് വെച്ച് കൊടുക്കുക. അകത്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സ്റ്റീലിൻ്റെ ബൗൾ ഇതുപോലെ 2 സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ കളയത്തൊന്നുമില്ല. എനിക്കിതിന് മുന്നേ ഒത്തിരി ഇങ്ങനെ പുറത്ത് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും പുറത്തോട്ട് കളഞ്ഞ് സ്റ്റൗവിൻ്റെ പുറത്തെല്ലാം ആവും. പക്ഷേ ഇപ്പം ഇങ്ങനെ വെച്ച് തുടങ്ങിയ പിന്നെ നല്ല യൂസ്ഫുള്ളാണ്. പുറത്ത് ഒരിറ്റ് പരിപ്പിൻ്റെയോ വെള്ളത്തിൻ്റെ അംശം പോലും വരാറില്ല. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, വിസിൽ കേട്ടു, തറയിലൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ സ്റ്റൗവൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ആവി നല്ല പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ലിഡ് തുറക്കാൻ പാടുള്ളൂ. അത് തുറക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾ വെച്ച ബൗളിനകത്ത് വെള്ളമൊക്കെ കെട്ടി നിൽപ്പുണ്ടായിരിക്കും. അത് നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചെടുത്ത് അത് മാറ്റാൻ മറക്കരുത്. നമ്മുടെ പച്ചക്കറികളും പരിപ്പും നല്ല വെത്തിട്ടുണ്ടായിരിക്കും. സാമ്പാറാണെങ്കിൽ എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും നമ്മൾ കടുക് താളിച്ചൊഴിക്കുമല്ലോ. അതിനായിട്ട് ഈ തടുക്ക പാനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ കഴിയണതും അയണിൻ്റെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ അത് ഇളകി പോകും. കാരണം ഇത് നല്ല ചൂടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ഇങ്ങനെ കുഴിക്കുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് തെറിക്കാതിരിക്കും. അത് നോക്കി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡെയിലി കുക്കിങ്ങിന് നമുക്ക് എണ്ണ ഒത്തിരി അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽ നിന്ന് തന്നെയാണ് എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ ഈ ബോട്ടിൽ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് കണ്ടോ, അത് നല്ല നേരോ ആണ്. അപ്പോൾ അതിൽ ഇച്ചിരി എണ്ണ നമുക്ക് പുറത്തോട്ട് വരത്തുള്ളൂ. അത് കാരണം നമ്മുടെ ഓയിലിൻ്റെ യൂസും കുറയും, ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും. പിന്നെ നമ്മൾ പല ടൈപ്പ് എണ്ണയുടെ ബോട്ടിൽസ് ഉണ്ട്. ഞാൻ ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം കുറച്ച് എണ്ണയല്ലേ പുറത്തോട്ട് വീഴത്തുള്ളൂ. ഒരേ ഒരു പ്രശ്നം, ഇത് ഇച്ചിരി കഴുകാൻ പാടാണ്. കാരണം ചെറിയ നേരോ ആയിട്ടുള്ള അതൊക്കെ ആയത് കാരണം ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാണ് കഴുകാറ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആണല്ലോ നമ്മുടെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അത് മേടിക്കാൻ ആഗ്രഹമാണ്. ഇപ്പോൾ ഒത്തിരി പേര് അത് മേടിക്കുന്നുണ്ട് ഹെൽത്തി കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സൈസ് നോക്കി വേണം കേട്ടോ മേടിക്കാൻ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് കരുതി വേണം മേടിക്കാൻ. ഇതിപ്പോൾ ഒരു വലിയ സൈസാണ്. ഞാനിതിപ്പോൾ അത്ര ഒരുപാട് യൂസ് ചെയ്യാറില്ല. ഒരുപാട് ചിക്കൻ കറി റോസ്റ്റൊക്കെ ചെയ്യാനാണെങ്കിൽ ഞാനത് യൂസ് ചെയ്യും. പക്ഷേ ഡെയിലി തോരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിന് ഞാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചെറുത് മേടിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ ഇതൊരു വെയിറ്റാണ്. നമ്മൾ വലുത് മേടിക്കും തോറും വെയിറ്റും കൂടും കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സൈസ് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പപ്പടം വറുക്കാം, തോരനുണ്ടാക്കാം, അതൊക്കെ ആപ്റ്റായിട്ടുള്ളത് ചെറിയ സൈസ് തന്നെയാണ്. ഈ കാണുന്ന കടായി കാസ്റ്റ് അയൺ അല്ല, വെറും അയൺ കടായാണ് കേട്ടോ. അപ്പോൾ ഇത് വെയിറ്റും കുറവാണ്, കാശും കുറവാണ്, യൂസ് ചെയ്യാൻ നല്ല ഹാൻഡിയാണ്. വെയിറ്റ് കുറവായതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണമായാലും മതി. നമ്മളെല്ലാവരും പെപ്പർ പൊടിച്ച് വെക്കാറുണ്ടല്ലോ, അത് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. അത് പോയിട്ട് നമ്മൾ ഇതുപോലൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇതിന് പെപ്പർ മില്ലെന്ന് പറയും. ഇതിനകത്ത് നമ്മൾ പെപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിന്ന് തിരിച്ചാൽ മതി. അത് ക്രഷ് ചെയ്തിട്ട് നമുക്ക് പെപ്പർ നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബുൾസായി ഓംലെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ മുകളിൽ ഒരു തിരിക്കുന്നൊരു സാധനമുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പെപ്പർ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് അടച്ച് വയ്ക്കുക. അടച്ചിട്ട് തിരിക്കാൻ മതി. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പല റേറ്റിൽ കിട്ടും. അപ്പോൾ ഏത് റേറ്റിലുള്ളതാണെങ്കിലും അതിൻ്റെ ഉപയോഗം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒത്തിരി വില കൂടിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഈ അടുത്താണ് ഇത്രയും നല്ല യൂസായിട്ട് തോന്നിയത്. ബുൾസായി, ഓംലെറ്റ്, നൂഡിൽസ്, അതിലൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.